ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് എന്ന് പറയുന്നൊരു ഭാഗമാണ്. അപ്പോൾ സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ജനറൽ ഫോമായിട്ട് നമ്മൾ പറയുന്നത് y ഡബിൾ ഡാഷ് പ്ലസ് എ വൈ ഡാഷ് പ്ലസ് ബി വൈ ഈസ് ഈക്വൽ ടു 0 വേർ എ ആൻഡ് ബി ആർ കോൺസ്റ്റൻസ് എന്നുള്ള. അപ്പോൾ ഈ ടൈപ്പ് ദിസ് ഈസ് ഈക്വൽ ടു 0 റൈറ്റ് സൈഡിൽ നമുക്ക് എന്താണ് ഫംഗ്ഷൻ എക്സിലുള്ള ഫംഗ്ഷൻ പകരം 0 ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇതെന്താണ് ഹോമോജീനിയസ് ആണ്. അതുപോലെ തന്നെ ലീനിയർ ഡിഫറൻഷ്യൽ സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമാറ്റിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നേരത്തെ അറിയാവുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഫസ്റ്റ് ഓർഡറിൽ നമ്മൾ ചെയ്തിരുന്നു y ഡാഷ് പ്ലസ് കെ വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കെ വൈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുക്കും, y ഡാഷിനെ dy ബൈ ഡി എക്സ് ആക്കും, dy ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് കെ വൈ എന്ന് എഴുതാൻ പറ്റും. സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും dy ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് കെ വൈൽക്കകത്തുനിന്ന് dy ബൈ y അല്ലേ, ഈ വൈനെ പിടിച്ച് നമ്മൾ ഇങ്ങോട്ട് എടുക്കും, ഡി എക്സിനെ പിടിച്ച് നമുക്ക് ന്യൂമറേറ്ററിലേക്ക് കൊടുക്കാം, ഇസ് ഈക്വൽ ടു മൈനസ് കെ ഡി എക്സ് എന്ന് നമ്മൾ എഴുതും. ഓക്കെ, ദെർഫോർ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ലോഗ് വൈ ഈസ് ഈക്വൽ ടു എന്താ പറയുന്നത്, ഇറ്റ്സ് ഈക്വൽ ടു മൈനസ് കെ എക്സ് പ്ലസ് സി ലോഗ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് പ്ലസ് സി എന്ന് നമുക്ക് എഴുതാം. അതിനെ നമ്മൾ ഒന്നുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് പ്ലസ് സി ആണ് നമുക്ക് കിട്ടിയത്. ലോഗ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് പ്ലസ് സി. ഓക്കെ, എനിവേ നമ്മൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എടുക്കുമ്പോൾ ഇ റേസ് ടു ലോഗ് വൈ വരും. ദെർഫോർ ഇ റേസ് ടു ലോഗ് വൈ വരുന്ന സമയത്ത് നമുക്ക് എന്തായി മാറും, അത് ഇയും ലോഗും പരസ്പരം ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആയതുകൊണ്ട് വൈ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ എക്സ് പ്ലസ് സി ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും ഇ റേസ് ടു സി ഇൻറ്റു ഇ റേസ് ടു മൈനസ് കെ എക്സ് എന്ന് നമുക്ക് എഴുതാം. ദെർഫോർ ജനറൽ സൊല്യൂഷൻ ഈസ് ആക്ച്വലി ഇ റേസ് ടു സിയെ നമ്മൾ എന്ത് ചെയ്തു, ഒരു C1 ഇ റേസ് ടു മൈനസ് കെ എക്സ് എന്ന് എഴുതാം. സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഇതിലേക്ക് എടുത്തു കഴിഞ്ഞാൽ y ഈസ് ഈക്വൽ ടു C1 ഇ റേസ് ടു മൈനസ് കെ എക്സ് എന്ന് എഴുതാൻ പറ്റും. സോ ദിസ് ഈസ് ആക്ച്വലി ദ ജനറൽ സൊല്യൂഷൻ. ഇത് ജനറൽ സൊല്യൂഷനാണ്. ഏതിന് ജനറൽ സൊല്യൂഷനാണ്? ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു ജനറൽ സൊല്യൂഷനാണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ നമുക്ക് കിട്ടി C1 ഇ റേസ് ടു മൈനസ് കെ എക്സ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇക്വേഷൻ 1 ആയ സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാനാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കാണുമ്പോൾ നമ്മളങ്ങ് ഗസ് ചെയ്യാണ്, ഒരുപക്ഷെ ഇക്വേഷൻ 1ൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇ റേസ് ടു ലാംഡ എക്സ് ആണെന്ന് നമ്മൾ സപ്പോസ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ വി സപ്പോസ് ദാറ്റ് അല്ലേ, അതായത് y ഡബിൾ ഡാഷ് പ്ലസ് എ വൈ ഡാഷ് പ്ലസ് ബി വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ 1ൻ്റെ സൊല്യൂഷനായിട്ട് ഇ റേസ് ടു ലാംഡ എക്സ് എന്ന് നമ്മളങ്ങ് സപ്പോസ് ചെയ്ത് പോവുകയാണ്. സപ്പോസ് അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇസ് എ സൊല്യൂഷൻ ഓഫ് 1 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ നമുക്ക് ആര് വേണം, y ഡാഷ് ദിസ് ഈസ് y സൊല്യൂഷൻ y. therefore y is equal to e raised to lambda x is a solution of 1ൻ്റെ സൊല്യൂഷനാണ് നമ്മളങ്ങ് വെറുതെ അങ്ങ് അസ്യൂം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ y ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് y ഡാഷ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് ആണ്. സോ y ഡാഷ് ഇസ് ഈക്വൽ ടു ലാംഡ ഇ റേസ് ടു ലാംഡ എക്സ് വരും. ഓക്കെ, now വീണ്ടും നമുക്കതിലേക്ക് y ഡബിൾ ഡാഷ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരും y ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ലാംഡ സ്ക്വയർ ഇ റേസ് ടു ലാംഡ എക്സ് വരും. ഓക്കെ ഫൈൻ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. വി സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് വാല്യൂസ് ഇൻ 1 അല്ലേ. ഇത്രയും വാല്യൂസ് നമ്മൾ 1ൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സോ 1ൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം y ഡബിൾ ഡാഷിൻ്റെ വാല്യൂസ് ഏത് വരും, ദാറ്റ് ഈസ് ലാംഡ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു ലാംഡ എക്സ്. ഓക്കെ,
പ്ലസ് എ ഇൻറ്റു വൈ ഡാഷിൻ്റെ വാല്യൂ നമുക്ക് വരുന്നത് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു ലാംഡ ഇ റേസ് ടു ലാംഡ എക്സ് എ ലാംഡ ഇ റേസ് ടു ലാംഡ എക്സ്. ഓക്കെ, ആൻഡ് ഫൈനലി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആരാ വരുന്നത് ബി വൈ, ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു ലാംഡ എക്സ് അല്ലെ, വൈയുടെ വാല്യൂ ഇ റേസ് ടു ലാംഡ എക്സ് ആണ്. ഓക്കെ, അത് സൊല്യൂഷനാണെന്ന് നമ്മൾ പറയുന്നത്. സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ദിസ് ഇസ് ഈക്വൽ വിൽ സാറ്റിസ്ഫൈസ് ദ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് ഇ റേസ് ടു ലാംഡ എക്സ് കോമൺ ആയതുകൊണ്ട് തന്നെ ലാംഡ സ്ക്വയർ പ്ലസ് എ ലാംഡ ഓക്കെ പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു ലാംഡ എക്സ് ഇസ് ഈക്വൽ ടു 0. സി ഇ റേസ് ടു ലാംഡ എക്സിന് നമ്മൾ സൊല്യൂഷനായിട്ട് എടുത്ത്. അപ്പോൾ ഇ റേസ് ടു ലാംഡ എക്സിന് കൂടെ വരുന്ന ഈ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഉണ്ട് ഇൻ ലാംഡ. ഓക്കെ, ആ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഇൻ ലാംഡ എന്തായിരിക്കും, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, ആ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഭാഗം 0 ആയി മാറണം. സോ ദാറ്റ് മീൻസ് ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഭാഗം എന്തായി മാറും, ദാറ്റ് ഈസ് ഈക്വൽ ടു ആരാ വരുന്നത്, നമ്മളതിനകത്ത് പറഞ്ഞ ലാംഡ സ്ക്വയർ പ്ലസ് എ ലാംഡ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ആരായിരിക്കും 0 ആയിരിക്കും. ഓക്കെ, ആ പോളിനോമിയൽ എയും ബിയും കോൺസ്റ്റൻസാണ്. ആ പോളിനോമിയലിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ 0യിലേക്ക് ഇക്വേറ്റ് ചെയ്തപ്പോൾ അത് ക്വാഡ്രാറ്റിക് ഇക്വേഷനായി മാറി. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാംഡയുടെ വാല്യൂ ലഭ്യമാവും. സോ ഫ്രം ഹിയർ വി ക്യാൻ സേ ദാറ്റ് നമുക്കറിയാം നമ്മളുടെ ലാംഡ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ് നമുക്കറിയാം. ലാംഡ ഈക്വൽ ടു മൈനസ് ബി അല്ലെ, സെക്കൻഡ് പാർട്ട് മൈനസ് എ പ്ലസ് ഓർ മൈനസ് ദ ഡിസ്ക്രിമിനൻറ്റ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4 ബിയുടെ സ്ഥാനത്തേക്ക് ഇവിടെ വരുന്ന എയും സിയുടെ സ്ഥാനത്തേക്ക് ബിയുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും റൂട്ട് ഓഫ് ആരാ വരുന്നത്, എ സ്ക്വയർ മൈനസ് 4b അല്ലേ, എയുടെ ലാംഡ സ്ക്വയറിൻ്റെ കോഫിഷ്യൻ്റ് 1 ആയതുകൊണ്ട് എ സ്ക്വയർ മൈനസ് 4b ഡിവൈഡഡ് ബൈ ആരായിരിക്കും 2a. എയുടെ 2a മീൻസ് ലാംഡ സ്ക്വയറിൻ്റെ കോഫിഷ്യൻ്റ് ആരാ വരുന്നത് 1 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലാംഡക്ക് 2 വാല്യൂസ് അവൈലബിൾ ആണ്, ഈ പ്ലസ് ഓർ മൈനസ് എന്ന് വന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ലാംഡയുടെ 2 വാല്യൂസ് എന്ന് പറയുന്നത് ലാംഡ ഈസ് ഈക്വൽ ടു നമുക്കെന്ത് പറയാൻ പറ്റും, ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് എ പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് 4b divided by 2. This is the lambda 1 and we can have another value that is lambda 2, that is equal to minus a minus root of a square minus 4b divided by 2. Okay, now we got 2 values for lambda അല്ലേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇ റേസ് ടു ലാംഡ എക്സ് സൊല്യൂഷനാണെന്ന് നമ്മളെടുത്തു. ഇ റേസ് ടു ലാംഡ എക്സ് നമ്മളുടെ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസിൻ്റെ സൊല്യൂഷനാണെന്ന് എടുത്തു. അവിടെ നമുക്ക് 2 വാല്യൂസ് ലാംഡയ്ക്ക് ലഭ്യമായി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഡിസ്ക്രിമിനൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് വാല്യൂസ് പറയാൻ സാധിക്കും അല്ലേ. ചെറിയ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് 4ബിയുടെ വാല്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട്. സോ നമുക്ക് ഇവിടുന്ന് ലാംഡ 1 ലാംഡ 2 അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, ദെർഫോർ നമുക്ക് പറയാൻ പറ്റും എന്താണ്, y1 ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ലാംഡ 1 എക്സ്, y1 ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ലാംഡ 1 എക്സ് ആൻഡ് y2 ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ലാംഡ 2x. ഇ റേസ് ടു ലാംഡയും ലാംഡയ്ക്ക് 2 വാല്യൂസ് എക്സിസ്റ്റ് ചെയ്തു. ഇ റേസ് ടു ലാംഡ എക്സിന് സൊല്യൂഷനാണെന്ന് നമ്മൾ പറഞ്ഞത്. ഇ റേസ് ടു ലാംഡ എക്സ് സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ ലാംഡയ്ക്ക് 2 വാല്യൂസ് എക്സിസ്റ്റ് ചെയ്തുകൊണ്ട് y1 ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ലാംഡ 1 എക്സും y2 ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ലാംഡ 2 എക്സും എന്താണ്, സൊല്യൂഷൻസ് ആണ്. ഓക്കെ, ദീസ് ആർ ദ സൊല്യൂഷൻസ് ഓഫ് ദ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് അല്ലേ. നമ്മുടെ ഏത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ 1ൻ്റെ സൊല്യൂഷനാണെന്ന് നമുക്ക് പറയാം. സി അപ്പോൾ സൊല്യൂഷൻ്റെ സാധ്യതകൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ലാംഡ 1നെയും ലാംഡ 2നെയും നമ്മളൊരു ഇവാലുവേഷന് വിധേയമാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, ലാംഡ 1ൻ്റെയും ലാംഡ 2ൻ്റെയും വാല്യൂസിൻ്റെ സാധ്യതകൾ, ദ പോസിബിലിറ്റീസ് ഓഫ് ദി വാല്യൂസ് ഓഫ് ലാംഡ 1 ലാംഡ 2. ലാംഡ 1 ലാംഡ 2 ആർ ദ ലാംഡ 1 ലാംഡ 2ഉം നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ്. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആയതുകൊണ്ട് തന്നെ
ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ടിന് 3 കാറ്റഗറൈസേഷൻ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് ദി ഡിസ്ക്രിമിനൻറ്റ്. അപ്പോൾ ഇവിടുത്തെ ഡിസ്ക്രിമിനൻ്റിൻ്റെ വാല്യൂ നമുക്ക് പറയാൻ പറ്റും എന്താണ്, ഇവിടുത്തെ ഡിസ്ക്രിമിനൻ്റ് വാല്യൂ ആരാ, ഡിസ്ക്രിമിനൻ്റ് വാല്യൂ ഇവിടെ വരുന്ന ആരാ, ഡിസ്ക്രിമിനൻ്റ് ആയിട്ട് ഇവിടെ വരുന്ന വാല്യൂ അല്ലേ ആരാ, A² മൈനസ് 4b ആണ്. അപ്പോൾ A² മൈനസ് 4bയുടെ വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന 3 കേസുകളുണ്ട്. ഒന്നെന്താ, ലാംഡക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷന് 2 റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ലഭ്യമാവും അല്ലേ. അപ്പോൾ അവിടെ ലഭ്യമാവുന്ന എന്താ, λ² മൈനസ് സി ജസ്റ്റ് എ മിനിറ്റ് അല്ലേ, λ² പ്ലസ് A പ്ലസ് b ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് ലാംഡയുടെ പോസിബിലിറ്റീസ് എടുക്കുന്ന സമയത്ത് 2 റൂട്ട്സ് ഫസ്റ്റ് കേസിൽ എന്ത് വരും, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ലഭ്യമാവും. നമുക്ക് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഡിഫറൻ്റ് ആയിട്ടുള്ള റൂട്ട്സ് ലഭ്യമാവും ഇഫ് A² മൈനസ് 4b ദ ഡിസ്ക്രിമിനൻ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. A² മൈനസ് 4b ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഇനി അതിന് തന്നെ 2 കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സ് ലഭ്യമാവും അല്ലേ, ഹാസ് 2 കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സ്. അതിന് 2 കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യും ഇഫ് A² മൈനസ് 4b. സി ഇഫ് A² മൈനസ് 4b ഈസ് ലെസ് ദാൻ 0, നെഗറ്റീവ് വാല്യൂ ആണ്, ഡിസ്ക്രിമിനൻ്റ് വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ. ഇനി മൂന്നാമതൊരു കേസ് വരുന്നുണ്ട്. ആ മൂന്നാമത്തെ കേസാണ് ഇറ്റ് ഹാസ് ഓൺലി എ സിംഗിൾ റൂട്ട്. അതിനൊരൊറ്റ സിംഗിൾ റൂട്ട് ലഭ്യമാവുള്ളൂ. ദാറ്റ് ഈസ് ദ തേർഡ് കേസ് അല്ലേ. ഹാസ് ഓൺലി എ റിയൽ ഡബിൾ റൂട്ട് അല്ലേ, അതിനൊരു റിയൽ നമ്പറായിട്ടുള്ള ഡബിൾ റൂട്ട് എക്സിസ്റ്റ് ചെയ്യുക, അതായത് ഒരു നമ്പർ തന്നെ 2 തവണ റിപ്പീറ്റ് ചെയ്ത് വരും ഇഫ് എപ്പോഴാണ് A² മൈനസ് 4b ഈക്വൽ ടു 0. A² മൈനസ് 4b ഈക്വൽ ടു 0 ആവും. സി മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിവിടെ പറഞ്ഞു നിർത്തിയ ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ y" പ്ലസ് AY' പ്ലസ് BY ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന y" പ്ലസ് AY' പ്ലസ് BY ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് എടുത്ത് ആണ് നമ്മൾ അസ്യൂം ചെയ്തത്. e⁻λx ആ ഇക്വേഷൻ 1ൻ്റെ സൊല്യൂഷനാണ് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെ e⁻λx സൊല്യൂഷനാണ് അസ്യൂം ചെയ്ത് y' y" ഒക്കെ കണ്ട് നമ്മൾ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയപ്പോൾ അത് സൊല്യൂഷൻ ആവണമെങ്കിൽ λ² പ്ലസ് A പ്ലസ് b എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയൽ 0 ആയിരിക്കണം. ആ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ 0 ആകുമ്പോൾ ലാംഡയ്ക്ക് 2 വാല്യൂസിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആസ് ബിക്കോസ് λ ഈസ് എ റൂട്ട് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട് ആയതുകൊണ്ട്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷന് 2 റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യാവുന്നതുകൊണ്ട് തന്നെ y1 ഈക്വൽ ടു e⁻λ1x y2 ഈക്വൽ ടു e⁻λ2x നമ്മുടെ ആരുടെ സൊല്യൂഷനാണ്, ഇക്വേഷൻ 1ൻ്റെ സൊല്യൂഷനാണ്. അതായത് സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്ന ഇക്വേഷൻ 1ൻ്റെ സൊല്യൂഷൻസാണ്. അപ്പോൾ അവിടെ നമ്മൾ 3 പോസിബിലിറ്റീസ് ഉണ്ട്. ലാംഡയുടെ പോസിബിലിറ്റീസ് എടുത്താൽ λ1നും λ2യുടെയും വാല്യൂസ് റിയൽ ഡിസ്റ്റിങ്ക്റ്റ് ഡിഫറൻറ്റ് റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യാം ഇഫ് ദ ഡിസ്ക്രിമിനൻ്റ് വാല്യൂ A² മൈനസ് 4b ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ. അതിന് കോംപ്ലക്സ് കോൺജുഗേറ്റ് വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യാം A² മൈനസ് 4b ലെസ് ദാൻ 0 ആണെങ്കിൽ. ഇനി അതിന് എന്ത് ചെയ്യാം, റിയൽ ഡബിൾ റൂട്ട് എക്സിസ്റ്റ് ചെയ്യാം ഇഫ് A² മൈനസ് 4b 0 ആണ്. A² മൈനസ് 4b 0 ആണെങ്കിൽ ഒറ്റ റൂട്ട് എക്സിസ്റ്റ് ചെയ്യും, അത് റിപ്പീറ്റഡ് റൂട്ടായിരിക്കും, അത് 2 തവണ എക്സിസ്റ്റ് ചെയ്യും. ഈ 3 കേസിനെയും നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തു പോകാം. അപ്പോൾ അതിൽ ഫസ്റ്റ് കേസ് നമുക്ക് എടുക്കാം, കേസ് 1. അപ്പോൾ നമ്മൾ കേസ് 1 നമ്മൾ പറയുന്നത് ലാംഡയ്ക്ക് 2 ഡിഫറൻറ്റ് റിയൽ റൂട്ട്സ് വരുന്നുണ്ട്. ദ കേസ് A² മൈനസ് 4b ഈസ് ഗ്രേറ്റർ ദാൻ 0. A² മൈനസ് 4b ഈസ് ഗ്രേറ്റർ ദാൻ 0 ഹാസ് 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ്. അതിനെന്ത് ചെയ്തിട്ടുണ്ടാവും, 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്തിരിക്കും. We say λ1 and λ2, they are real numbers.
അവരെന്തായിരിക്കും റിയൽ നമ്പേഴ്സായി വരുന്ന റൂട്ട്സ് ആയിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യും. y1 ഈക്വൽ ടു ഇ റേസ് ടു ലാംഡ 1 എക്സും y2 ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ലാംഡ 2 ഓഫ് എക്സും എക്സിസ്റ്റ് ചെയ്യും. സോ ഇ റേസ് ടു ലാംഡ 1 ഓഫ് എക്സും y2 ഈക്വൽ ടു ഇ റേസ് ടു ലാംഡ 2 ഓഫ് എക്സും എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ വെറുതെ ഒന്ന് റേഷ്യോ എടുത്ത് നോക്കുകയാണ്. y1 ഡിവൈഡഡ് ബൈ y2യുടെ റേഷ്യോ എടുത്ത് നോക്കുക. y1 ഡിവൈഡഡ് ബൈ y2യുടെ റേഷ്യോ എടുത്ത് നോക്കുമ്പോൾ ഇ റേസ് ടു ലാംഡ 1 ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഇ റേസ് ടു ലാംഡ 2 ഓഫ് എക്സ് ആണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ദർഫോർ ദിസ് ഈസ് ഈക്വൽ, ഇതിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? ഇ റേസ് ടു ലാംഡ 2 ഓഫ് എക്സിനെ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദിസ് ഈസ് മൈനസ് ലാംഡ 2 ഓഫ് എക്സ്. സോ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ദിസ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ലാംഡ 1 മൈനസ് ലാംഡ 2 ഓഫ് എക്സ്. ഇ റേസ് ടു ലാംഡ 1 മൈനസ് ലാംഡ 2 ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതാം. സോ സിംപ്ലി നമുക്ക് പറയാൻ പറ്റും ദ റേഷ്യോ y1 ഡിവൈഡഡ് ബൈ y2 എന്ന് പറയുന്ന റേഷ്യോ എന്താണ്? ഇ റേസ് ടു ലാംഡ 1 മൈനസ് ലാംഡ 2 ഓഫ് എക്സ് ആണ്. ഇസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. സോ വി ക്യാൻ സേ ദാറ്റ് ബോത്ത് y1 ആൻഡ് y2 ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് അല്ലേ? സോ ദിസ് y1 ആൻഡ് y2 ആർ linearly independent solutions. y1 y2 ആരായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കും. സോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ സൊല്യൂഷൻസിൻ്റെ പ്രത്യേകത വെച്ചിട്ട് ദിസ് ടു സൊല്യൂഷൻ വിൽ ഫോം എ ബേസിസ് അല്ലേ? ഇതാരായിരിക്കും? ഒരു ബേസിസ് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബേസിസ് ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ വി ക്യാൻ ഫൈൻഡ് എ ജനറൽ സൊല്യൂഷൻ. നമുക്കൊരു ജനറൽ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ജനറൽ സൊല്യൂഷൻ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കി നോക്കാം. ദെർഫോർ നമുക്ക് പറയാൻ പറ്റും ദെർഫോർ y is equal to c1 e raised to lambda 1x അല്ലേ? ഫസ്റ്റ് സൊല്യൂഷൻ പ്ലസ് c2 e raised to lambda 2 of x അല്ലേ? c1 e raised to lambda 1 of x ഉം c2 e raised to lambda 2 of x നെയും നമ്മളെന്ത് വിളിക്കും? ദിസ് ഈസ് വാട്ട് ഈസ് കാൾഡ് ജനറൽ സൊല്യൂഷൻ. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻറ്റിൻ്റെ ജനറൽ സൊല്യൂഷൻ കാണാൻ പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എന്തെഴുതാം? നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതാം. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട്. This is what is called the auxiliary equation. This is what is called the auxiliary equation, or otherwise we can say that this is also called characteristic equation. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എൻ്റെ സൊല്യൂഷൻ കാണാൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റായി വരുന്ന ഇക്വേഷൻ 1ൻ്റെ ടൈപ്പിൽ വരുന്ന സൊല്യൂഷൻസ് കാണാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓക്സിലറി ഇക്വേഷൻ എഴുതാം. y ഡബിൾ ഡാഷ് പ്ലസ് എ വൈ ഡാഷ് പ്ലസ് ബി വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓക്സിലറി ഇക്വേഷൻ ലാംഡ സ്ക്വയർ പ്ലസ് എ ലാംഡ പ്ലസ് ബി ഈക്വൽ ടു 0 ആണ്. ആ ഓക്സിലറി ഇക്വേഷൻ്റെ റൂട്ട്സ് നമ്മൾ ചെക്ക് ചെയ്യും. ആ റൂട്ട്സിനകത്ത് ഡിസ്ക്രിമിനൻ്റായി വരുന്ന പാർട്ടുകൾ നമ്മൾ എടുത്തു. ആ ഡിസ്ക്രിമിനൻ്റ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്കെന്ത് പറയാൻ പറ്റും? ദ ജനറൽ സൊല്യൂഷൻ ഈസ് y is equal to c1 e raised to lambda 1x plus c2 e raised to lambda 2 of x ആണ്. See my dear students, അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു ക്വസ്റ്റ്യൻ അങ്ങ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഭാഗം വളരെ ക്ലിയർ ആക്കാൻ കഴിയും. എഴുതി വി ക്യാൻ ഹാവ് എ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് പറയാം solve y double dash plus y dash minus 2y equal to 0. ഓക്കെ, നമ്മളതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ദിസ് ഈസ് എ വൈ ഡാഷ് അല്ലേ? എ ഇസ് ഈക്വൽ ടു ആരാ വരുന്നത്? 1 പ്ലസ് ബി വൈ അല്ല, ഇവിടെ നമുക്ക് പറയാൻ പറ്റും ബി ഇസ് ഈക്വൽ ടു ആരാ വരുന്നത്? -2. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. ലീനിയർ ആണ്, ഹോമോജീനിയസ് ആണ്, വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് ആണ്. ലീനിയർ ആണ്, ഹോമോജീനിയസ് ആണ്, വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് ആണ്.
we would like to write the characteristic equation. The characteristic equation of 1. അല്ലേ characteristic equation ആരാ വരുന്നത്? characteristic equation നമുക്ക് എഴുതാൻ പറ്റും. This is the characteristic equation is characteristic equation ഏതാ വരുന്നത്? That is the lambda square plus ആരാ വരുന്നത്? a lambda is a യുടെ വാല്യൂ 1 plus lambda. Then finally നമുക്ക് എന്ത് പറയാൻ പറ്റും? -2 equal to 0 plus b equal to 0. So lambda square plus a lambda plus b equal to 0, that is lambda square plus lambda minus 2 is equal to 0. Okay, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും lambda square plus lambda square plus lambda minus 2 equal to 0 is the characteristic equation. So solve ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും therefore lambda equal to -1 plus or minus root of b square, that is equal to നമുക്ക് പറയാൻ പറ്റും b square, this is the 1 minus എന്ത് പറയാൻ പറ്റും -2 into 1 minus 2 into AC, that is equal to 1 itself. Therefore this is equal to നമുക്ക് എന്ത് പറയാൻ പറ്റും 1 minus -2. Okay, -1 plus or minus -4 AC. Okay. So നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റും, ഇവിടുന്ന് പറയാവുന്ന എന്താ? b square minus 4ac. Therefore b square വാല്യൂ എവിടെ വരുന്ന b square, that is -1 plus minus b plus or minus ഇതിനകത്ത് വരുന്ന ആരാ 1 square minus 4 into അല്ലേ, this is equal to -2. Okay, 4 into -2 whole divided by 4ac divided by 2. Okay, fine. Therefore this is equal to -1 plus or minus root of, this is 9 divided by 2, that is equal to minus then root 9 is plus or minus 3. Therefore നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റും -1 plus or minus root 3, sorry, plus or minus root 9, that is 3 divided by 2. So this implies lambda 1 equal to -1 plus 3 by 2 and lambda 2 is equal to -1 minus 3 divided by 2. -1 plus 3, 2 by 2. Therefore lambda 1 is equal to 1 and lambda 2 is equal to -4 by 2, that is equal to -2. -4 by 2, that is equal to -2. Okay, therefore നമുക്ക് വാല്യൂസ് എക്സിസ്റ്റ് ചെയ്തു. lambda 1 is equal to ആരെ കിട്ടി? 1 കിട്ടി and lambda 2 is equal to -2 കിട്ടി അല്ലേ. ഓക്സിലറി ഇക്വേഷൻ കണ്ടു, ഡിസ്ക്രിമിനൻ്റ് ഗ്രേറ്റർ ദാൻ 0 ആയിരുന്നു, 2 റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് കിട്ടിയിട്ടുണ്ട്. 2 റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്കെന്ത് പറയാൻ പറ്റും? ഹാവ് ജനറൽ സൊല്യൂഷൻ ഈസ്, therefore the general solution is, therefore the general solution is, general solution എന്തായിരിക്കും? That is equal to y is equal to c1 e raised to lambda 1x plus c2 e raised to lambda 2x. കാരണം എന്താ? ഡിസ്ക്രിമിനൻ്റ് ഗ്രേറ്റർ ദാൻ 0 ആണ്, 2 റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും y is equal to c1 e raised to lambda 1x plus c2 e raised to lambda 2 of x ആണെന്ന് പറയാം. Therefore നമുക്കെന്ത് പറയാൻ പറ്റും? y is equal to c1 e raised to lambda 1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 1 ആണ് കിട്ടി, lambda 2യുടെ വാല്യൂ ആരാണ്? -2 ആണ്. c1 e raised to x 1 into x plus c2 e raised to -2x is the general solution. General solution of is the general solution of is the general solution of given differential equation.
അല്ലേ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ പ്രത്യേകം എന്താ? സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് ആയിരുന്നു. സോ ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും, നമ്മൾ പോയ ഒരു പാത്സ് നിങ്ങൾ നോക്കിയാൽ മതി. നമുക്കറിയാം y is equal to c1 e raised to lambda 1x plus c2 e raised to lambda 2 of x ആണ്. ഇക്വേഷൻ നമ്മൾ കയ്യിലുണ്ട്. എയുടെയും ബിയുടെയും വാല്യൂസ് നമ്മൾ മനസ്സിലാക്കി. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി, ഓക്സിലറി ഇക്വേഷൻ എഴുതി, സോൾവ് ചെയ്തു. ഓക്സിലറി ഇക്വേഷന് 2 റൂട്ട്സ് കിട്ടി. 2 റൂട്ട്സിൻ്റെയും പ്രത്യേകത റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരുന്നു. റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് കേസാണ് വന്നത്. ഫസ്റ്റ് കേസിൽ നമ്മൾ എടുത്തു റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റിൽ എന്ത് ചെയ്തു? ദിസ് ഈസ് ലാംഡ 1 ഈക്വൽ ടു ആരെ കിട്ടി? 1 കിട്ടി. ലാംഡ 2 ഈസ് ഈക്വൽ ടു -2 എന്ന് നമുക്ക് ലഭ്യമായി. നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തു. ജനറൽ സൊല്യൂഷൻ്റെ ഫോർമാറ്റ് എന്താ? y ഈസ് ഈക്വൽ ടു c1 e raised to lambda 1x പ്ലസ് c2 e raised to lambda 2 of x ആണ്. ലാംഡ 1ൻ്റെ വാല്യൂ 1 ആണ്. ലാംഡ 2യുടെ വാല്യൂ -2 ആണ്. നമ്മൾ വാല്യൂസ് അപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു y ഈസ് ഈക്വൽ ടു c1 e raised to x പ്ലസ് c2 e raised to -2x is the general solution. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു പക്ഷേ നിങ്ങളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബൗണ്ടറി വാല്യൂ പ്രോബ്ലമോ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലമോ ആണെങ്കിൽ നിങ്ങൾക്ക് ബൗണ്ടറി കണ്ടീഷൻസും ഇനീഷ്യൽ കണ്ടീഷൻസും അപ്ലൈ ചെയ്യുന്നതിലൂടെ ആ ഇക്വേഷനകത്ത് c1ൻ്റെയും c2യുടെയും വാല്യൂസ് കണ്ടെത്താൻ പറ്റും. ഇവിടെ നമ്മൾ ജനറലി നമ്മൾ പറയുന്നത് c1ഉം c2 ആർബിട്രറി കോൺസ്റ്റൻസാണ്. ദാറ്റ് മീൻസ് ദേ ആർ കോൺസ്റ്റൻറ്റ് വർക്ക് ലൈക്ക് എ വേരിയബിൾ. കോൺസ്റ്റൻ്റ് ആണെങ്കിൽ തന്നെയും വേരിയബിൾസ് പോലെ പ്രവർത്തിക്കുന്ന കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻസോ ബൗണ്ടറി കണ്ടീഷൻസോ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി വിൽ ഗെറ്റ് എ പെർട്ടിക്കുലർ വാല്യൂസ് ഫോർ c1 ആൻഡ് c2. c1നും c2നും നമുക്ക് എന്ത് ചെയ്യും? പെർട്ടിക്കുലർ വാല്യൂസ് ലഭ്യമാവും. ആ പെർട്ടിക്കുലർ വാല്യൂസ് ലഭ്യമാവുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ നമുക്ക് ഇവിടെ ലഭ്യമാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് ഇതുമായിട്ട് തുടർന്നുള്ള സെഷൻസാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ തൊട്ടടുത്ത സെഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. കണ്ടിന്യൂ യുവർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.